ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രതിപട്ടികയിൽ എ പത്മകുമാർ പ്രസിഡന്റും കെ രാഘവൻ, ശങ്കർദാസ് എന്നിവർ അംഗങ്ങളുമായിരുന്ന ഭരണസമിതിയെയാണ് പ്രതി ചേർത്തത്. ഇതോടെ ഉദ്യോഗസ്ഥർക്ക് പുറമെ അന്വേഷണം ഉന്നതരിലേക്കും കടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ 2 എഫ്ഐആറാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുപ്രധാനമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇത് സംബന്ധിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ ഉദ്യോഗസ്ഥതല വീഴ്ച മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്തവണ പേര് പരാമർശിക്കാതെ അന്നത്തെ ഭരണസമിതിയെ കൂടി ഉൾപ്പെടുന്നതോടുകൂടി ഈ കേസിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഗ്രാവിറ്റി തന്നെ ഒന്ന് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് നിന്ന് മാറി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം വരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സുപ്രധാനമാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. പത്മകുമാറിൻ്റെയോ ശങ്കർദാസിൻ്റെയോ രാഘവൻ്റെ അടക്കമുള്ള ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ആരുടെയും പേരുകളില്ല. പക്ഷേ കൃത്യമാണ്, വ്യക്തമാണ്, ഈ നീക്കം അന്നത്തെ ഭരണസമിതിയിലേക്ക് ചെല്ലുമെന്ന് കരുതണം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു. ക്രൈംബ്രാഞ്ചാണ് പ്രാഥമിക അന്വേഷണത്തിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം അന്വേഷണ റിപ്പോർട്ടും വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘ തലവൻ ADGP H വെങ്കടേശന് കൈമാറിയത്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ ആദ്യത്തെ FIR കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത് മറ്റൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുകയും ആ FIRൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പുറമെ 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റിനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഭരണസമിതിക്കെതിരെ കൂടി അവരെ കൂടി ആരോപണ മുറിയിൽ നിർത്തുന്ന അല്ലെങ്കിൽ പ്രതിപ്പട്ടിയിലേക്ക് നിർത്തുന്ന തരത്തിലേക്കൊരു നീക്കവുമായി ഇപ്പോൾ കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ തെളിവെടുപ്പിനിടെ അവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം പ്രാഥമികമായി നമുക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ച് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ 474 ഗ്രാം സ്വർണം കാണാതാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ 2019 ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കൂട്ടുനിന്നിട്ടുണ്ടോ എന്നതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടക്കും. പക്ഷേ 6 ആഴ്ചക്കകം ഈ അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലെ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അതാണ് സാഹചര്യം. എന്തായാലും സുപ്രധാനമാണ് ഈ നീക്കം. അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കത്തിൽ ഇനി എന്ത് നടപടി എന്നത് കൂടിയാണ് പ്രസക്തമാണ്. 6 ആഴ്ചയ്ക്കുള്ളിൽ നടക്കേണ്ട വേഗത്തിലുള്ള അന്വേഷണത്തിൽ ഈ 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ കൂടി ഉൾപ്പെടുമ്പോൾ ഇത് സുപ്രധാനമാണ്. ഒരുപക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി അന്നത്തെ ഭരണസമിതിയുടെക്കെതിരായ ചില പരാമർശങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഡാൻ, ഒരു കാര്യം കൂടി, SITയുടെ അന്വേഷണത്തിൽ ഒരു കാര്യം അവർക്ക് അന്വേഷിച്ചല്ലേ മതിയാവുള്ളൂ. അതായത് 2019 ഭരണസമിതി അവർ ഇറക്കിയ ഒരു ഉത്തരവ്, ആ ഉത്തരവിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം മാനുവലിൻ്റെ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്നത്തെ ആ നേതൃത്വവും ജാഗ്രത കാട്ടിയില്ല, അല്ലെങ്കിൽ അവർക്ക് വീഴ്ച പറ്റി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ഒരു പരാമർശമെങ്കിലും ആ റിപ്പോർട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല, അല്ലേ? അതായത് നിലവിൽ 2 സാധ്യതകളാണ് അന്വേഷണ സംഘത്തിന് മുമ്പിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത്. അതിലൊന്ന്, ബോധപൂർവം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ബോധപൂർവം അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതാണോ ഭരണസമിതി, അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അശ്രദ്ധ കൊണ്ട് സംഭവിച്ച ഒരു പിഴവാണ്. ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് ജസ്റ്റിസ് KT ശങ്കരൻ ഈ ദ്വാരപാലക ശില്പങ്ങൾ അടക്കം അവിടെ പരിശോധന നടത്തുകയാണ്. അവിടെ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയിലെ വിവരങ്ങളും കണ്ടെത്തലുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളെ തീർച്ചയായും സ്വാധീനിച്ചേക്കും. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭരണസമിതി ബോധപൂർവം ഈ ദേവസ്വം മാനുവലിൽ അങ്ങനെ ഒരു വീഴ്ച വരുത്തിയതാണോ അതോ അത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള തുടർ നടപടികളും ക്രൈംബ്രാഞ്ചിന്റെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അങ്ങനെ തന്നെയാണ് പോകുന്നത്. മുൻ ഭരണസമിതി അവരുടെ വീഴ്ചകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നു വരുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നു എന്നതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ ഡാൻ. പ്രത്യേകിച്ചും
മുൻ ഭരണസമിതി 2019 ഭരണസമിതിക്ക് ചില വീഴ്ചകൾ പറ്റി എന്നത് CPM-ന്റെ നേതാക്കളും മന്ത്രി VN വാസവനുമൊക്കെ പരോക്ഷമായെങ്കിലും സമ്മതിച്ച കാര്യമാണ്. അവരെങ്കിലും ചില പ്രസ്താവനകളിലൂടെയെങ്കിലും ആ സൂചന നൽകിയിട്ടുണ്ട്. പത്മകുമാറിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി തന്നെയാണ് CPM-ന്റെ നീക്കം എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. മാത്രമല്ല, പത്മകുമാർ പിന്നീട് നടത്തിയ ഈ യോഗദണ്ഡിൽ സ്വർണം പൂശിയ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില ഇടപാടുകളടക്കം പിന്നീട് വാർത്തകൾ നിറഞ്ഞതുമാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ അത് CPM നേതൃത്വം അന്നത്തെ ഭരണസമിതിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നൊരു രാഷ്ട്രീയ നിലപാട് കൂടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഈ ആരോപണം ഉയർന്ന സമയം മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൃത്യമായി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം താൻ അധ്യക്ഷനായതിനു ശേഷം നടന്ന പ്രവർത്തികളെ കുറിച്ച് മാത്രമേ തനിക്ക് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രതികരിക്കാൻ കഴിയൂ. അതിനുശേഷം എല്ലാം സുതാര്യമായിട്ട് തന്നെയാണ്. അപ്പോഴെല്ലാം മാധ്യമങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിനർത്ഥം അതിനു മുമ്പ് അങ്ങനെ ചില ജാഗ്രതക്കുറവ് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ തുറന്നു സമ്മതിക്കുകയാണെന്ന്. അപ്പോഴാണ് അദ്ദേഹം പലതവണയായി ആവർത്തിച്ചത്. അതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. തങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ല, മടിയിൽ കനമുള്ളവനെ പേടിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. അതായത് ഈ ആരോപണം 2019 ഭരണസമിതിയിലേക്ക് എത്തും എന്ന കാര്യം നിലവിലെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്കും അതോടൊപ്പം ദേവസ്വം വകുപ്പിനുമൊക്കെ കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതികരണം മന്ത്രി VN വാസവന്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഒക്കെ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായാൽ അതിന് പാർട്ടി മുഴുവൻ വില കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം പത്മകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടന്നാൽ അത് കൃത്യമായി പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ, സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തിയെന്ന് വേണം കരുതാൻ. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ തിരികെ വരാം. അജയ് തറയിൽ, മുൻ ദേവസ്വം ബോർഡ് അംഗം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അജയ് തറയിൽ, 2019 ഭരണസമിതിക്ക് ചില വീഴ്ചകൾ പറ്റി എന്നത് പരോക്ഷമായെങ്കിലും ചില CPM കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നു എന്ന നിങ്ങളുടെയൊക്കെ ഒരു ആക്ഷേപത്തിന് മറുപടി കൂടിയാണ് ഇപ്പോൾ SIT 2019 ഭരണസമിതിയുടെ വീഴ്ചകൾ കൂടി അന്വേഷിക്കാനുള്ള നീക്കം. ഇത് പ്രതീക്ഷ നൽകുന്നതാണോ? അല്ല, ഇത് ഈ സംഭവത്തെ കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ. ഇത് വലിയൊരു കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് ശ്രീ പത്മകുമാർ അധ്യക്ഷയിൽ കൂടിയ ദേവസ്വം ബോർഡിന്റെ യോഗത്തിന്റെ തീരുമാനമാണ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഓർഡറായി ഇറക്കിയത്. എന്നിട്ട് പറയുകയാണ് അവര് ദേവസ്വം ബോർഡിന്റെ ഓർഡർ തിരുത്തിയെന്ന് പറഞ്ഞാണ് അവര് കുറ്റപ്പെടുത്തുന്നത്. അവര് ദേവസ്വം ബോർഡ് തീരുമാനിച്ചെന്താ, ചെമ്പുപാളി എന്നാണ്. അപ്പോ ചെമ്പുപാളി എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് വളരെ ദൂരവ്യാപകമായി ഉണ്ടാകുന്ന ലാഭേച്ഛ അല്ലെങ്കിൽ ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ കഴിയുന്ന സാമ്പത്തിക ഇടപാട്, ക്രമവിരുദ്ധമായി ഉണ്ടാക്കാനുള്ള സ്വർണ്ണ ഇടപാടിനെ കുറിച്ചുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നവർ ഇത് ചെമ്പുപാളിയാണെന്ന് തീരുമാനിച്ചെഴുതിയത്. അതിനുശേഷം ആ സ്വർണം പൂശിയ ചെമ്പുപാളി അഴിച്ചെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പു ആണ് കൊടുത്തത്. ഇതൊന്നും അന്വേഷിച്ചില്ല, ഇതൊന്നും അറിഞ്ഞില്ല ഇവരെയും. അതിന്റെ ലാഭം പങ്കുവെക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. 2 പീഠം കൊണ്ടുവന്നു. 2 പീഠം എങ്ങനെ വന്നു? 2 പീഠം വരെ വന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 2 പീഠം വരുമ്പോൾ ആ പീഠത്തിന് മുകളിൽ ഒരു ദ്വാരപാലക ബിംബം ഉണ്ടാകും. അതൊക്കെ ഇന്ത്യ മുഴുവൻ കൊണ്ടുവന്നിടന്ന് കോടാനുകോടി രൂപ പിരിച്ച് ദൈവീക ശക്തിയുള്ള ദ്വാരപാലകരെ ലോകം മുഴുവൻ കൊണ്ടുവന്നിടന്ന് പൈസ പിരിച്ചതിന് ശേഷം ഒരു സാധാ ചെമ്പിൽ തീർത്ത ഒരു ദ്വാരപാലക ശില്പം കൊടുത്ത് അതിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇവരാരാ? അതറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇതിനകത്ത് മുകളിലേക്ക് കൂടി പോകണം, അന്നത്തെ ഗവൺമെന്റിലേക്ക് കൂടി പോകണം. ഗവൺമെന്റ് ഒത്താശയുണ്ട്. അതാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. കടകംപള്ളി സുരേന്ദ്രന് ആ ദ്വാരപാലക ശില്പം കൊണ്ടുപോയ വലിയ സമ്പന്നനായ കോടീശ്വരനെ അറിയാമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അന്നത്തെ ഗവൺമെന്റിലേക്ക് പോകണം. അത് മാത്രമാണോ ശ്രീ പ്രശാന്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് എനിക്കറിയില്ല എന്ന്. പ്രശാന്തല്ലേ 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി അത് വീണ്ടും അഴിച്ചു കൊടുത്തത്? അത് കൊണ്ടുവന്ന സ്ഥിതി എന്താ? അത് ക്രമവിരുദ്ധമല്ലേ? അപ്പോൾ 2019 ഉണ്ടായിരുന്ന ഭരണസമിതി, ഇപ്പോഴുള്ള ഭരണസമിതി, ഇപ്പോൾ അവിടെ നടത്തിയ അതിക്രമങ്ങൾ, ഇതെല്ലാം SIT അന്വേഷിക്കണം. അത് പരിധിയിൽ വരുന്നത് വരെയുള്ള
വലിയ സമരങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ 9 പേരെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനോ, അല്ലെങ്കിൽ ഈ പത്മകുമാറിന്റെയും ആ ഭരണസമിതിയെ മാത്രം തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനോ അല്ല, ഇതിന് മുകളിലുള്ള ഗവൺമെന്റ് അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്തുള്ള പങ്കിനെ കുറിച്ച് കൊണ്ടുവന്ന് മുഴുവൻ പ്രതികളെയും, സ്വർണം എന്ന് പറഞ്ഞാൽ ദൗർബല്യമായ ഒരു സർക്കാരാണ്, ആ സ്വർണം ദൗർബല്യമായ സർക്കാരിലെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും കൊണ്ടുവരുന്നത് വരെയുള്ള അതിനാണ് ഞങ്ങൾ കേരളത്തിൽ വ്യാപകമായ സമരത്തിന്റെ തുടക്കമാണ്. ഇനിയും ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഇത് കുറച്ചുകൂടി ആശാവഹമായ കാര്യമാണ്, അല്ലാതെ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതല്ല ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ പ്രതികളാണ്. കോൺസ്പിറസി വരുമ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കോൺസ്പിറസിൽ വരുമെന്നതാണ് ഞങ്ങളുടെ നിഗമനം. ശരി, എന്തായാലും വളരെ നന്ദി അജയ് തറയിൽ പ്രതികരിച്ചു. എന്തായാലും ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും അന്വേഷണം കടക്കുന്നുവെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ 2 FIR ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിനിടയിൽ മറ്റൊരു സുപ്രധാന നീക്കമുണ്ട്. സ്വർണ്ണപ്പാളി മോഷണത്തിൽ ശബരിമലയിൽ സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് 2ാം ദിവസത്തിലാണ്. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പും പരിശോധനയും തുടരുന്നത്. പുതിയതായി സ്വർണ്ണം പൂശി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ പരിശോധനയും ഇന്ന് നടക്കും. അത്ര സുപ്രധാനമായ നീക്കമാണ് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ജസ്റ്റിസ് KT ശങ്കറിന്റെ നീക്കം അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. 2 ദിവസങ്ങളിലായി പരിശോധനയെന്നാണ് പ്രതീക്ഷിച്ചത്. പരിശോധന ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? സജിത്ത്, ഇന്നലെ തുടർന്ന പരിശോധന ഇപ്പോഴും ശബരിമലയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വലിയ വിശദമായ ഒരു പരിശോധന തന്നെ. കാരണം ശബരിമലയിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ, ദേവന് ലഭിച്ചിട്ടുള്ള സ്വർണം, അതുപോലെ തന്നെ മറ്റ് വസ്തുവകകൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ, രജിസ്റ്ററും ഈ മഹസറും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഇന്ന് ദ്വാരപാലക ശില്പം, അതായത് ചെന്നൈയിൽ സ്വർണ്ണം പൂശി തിരികെ കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പരിശോധന നടക്കും. അതിൽ കുറവുള്ള സ്വർണ്ണം ഉണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കാര്യം നിർത്തണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, അങ്ങനെ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ജീവനക്കാരും ചേർന്നാണ് ഈ രേഖകളെല്ലാം ശബരിമലയിൽ പരിശോധിക്കുന്നത്. സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന നടക്കുന്നത്. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയാണ്. അവിടെ ഇതിനുശേഷം ഈ ശബരിമലയിലെ ഇന്നത്തെ ദ്വാരപാലകർ അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ സ്വർണ്ണം പൂശിയ കാര്യം അടക്കം പരിശോധിച്ചതിന് ശേഷം ആറന്മുളയിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെയോ ആറന്മുള സ്ട്രോങ് റൂമും തുറന്ന് പരിശോധിക്കും. അവിടുത്തെ കണക്കെടുപ്പും പൂർത്തിയാക്കും. ആ കണക്കെടുപ്പിലൊക്കെ കൃത്യമായ രേഖകളും കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കുക. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടാകുന്നു. കേസുകൾ 2 FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. പ്രധാനപ്പെട്ട 2019 പത്മകുമാർ അടക്കം പ്രതികളായി വരുന്ന സാഹചര്യം ഈ കേസുകളിൽ ഉണ്ടാകുന്നു. ഇതെല്ലാം, ഈ രേഖകളെല്ലാം ഈ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ആ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും നോക്കുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെയോ മറ്റു കാര്യങ്ങൾ ഗൂഢാലോചന നടത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പരിശോധനയിൽ വ്യക്തമാകും. അത്തരം രേഖകൾ ലഭിക്കും, അതിൽ വ്യക്തമാകും എന്നുള്ള പ്രതീക്ഷയാണ് കോടതിക്കുള്ള. വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. 2019 സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഒപ്പം പത്മകുമാർ വ്യക്തമാക്കിയിരുന്നത് തങ്ങൾക്ക് ഇതിൽ പങ്കില്ല, ദേവസ്വം സെക്രട്ടറിക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡ് അറിയാതെ ഒരു കാര്യവും ശബരിമലയിൽ നടക്കാൻ സാധ്യത അത്ര ഒരു ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിരീക്ഷണത്തിലാണ് കോടതി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകളുടെ പരിശോധന പ്രധാനമായും നടക്കുന്നത്. ആ രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ് സൈത്തെ. സുപ്രധാനമാണ് ഈ നീക്കം. കാരണം പരിശോധന, സ്ട്രോങ് റൂം തോറുള്ള പരിശോധനയിൽ ഇതുവരെ പുറത്തു വന്ന വാർത്തകൾക്കപ്പുറം, വിവരങ്ങൾക്കപ്പുറം സുപ്രധാനമായ ചില കണ്ടെത്തലുകളിലേക്ക് ജസ്റ്റിസ് KT ശങ്കർ കടക്കുമോ എന്ന കാര്യം കൂടിയാണ്. കാരണം ശബരിമലയിൽ 2019 ഇത്തരമൊരു ഇടപാട് നടന്നു എന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മറ്റു ചില സാഹചര്യങ്ങളാണ് ഇത് പുറത്തു വന്നത് എന്നതുപോലെ ഇപ്പോൾ നടക്കുന്ന സ്ട്രോങ് റൂം പരിശോധനയും എന്തായാലും നിർണായകമാണ്. കോടതിക്ക് ചില സംശയങ്ങളുണ്ട്, അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. നിയമപരമായ അന്വേഷണത്തെ നേരിടുമെന്നാണ് പത്മകുമാർ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. FIR-നെ കുറിച്ച് തനിക്ക് അറിവ് കിട്ടിയിട്ടില്ലെന്നും പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്.